ഇന്ന് പറഞ്ഞാല് ഇപ്പോ എല്ലാ സ്ഥലത്തും ഈ മദ്യപാനം, ലഹരി, അതുപോലെ MDMA എന്നൊക്കെ പല പല സാധനങ്ങളാണ് ഇന്ന് ഇറങ്ങുന്നത്. എന്തൊക്കെ ഇറങ്ങുന്നത് ഇപ്പോൾ MBBS എന്നൊക്കെ പറഞ്ഞ കാര്യമാണ് MDMA. കേൾക്കാൻ തന്നെ ഒരു വെറൈറ്റി പേര്, ഒരു പ്രൗഡാ, ഒരു പ്രൈം ലെവലിലുള്ള സാധനങ്ങളാണ്. അപ്പോൾ ഇന്ന് മയക്കുമരുന്നൊക്കെ അതുകൊണ്ട്. പക്ഷേ MDMA ഇത് എന്തൊക്കെയാണ് ഈ സാധനം, അല്ലെ എന്താണ് അതിന്റെ ഒരു കാഴ്ചപ്പാട്, എന്താണ് ഇന്ന് നാട്ടിൽ അധികരിച്ചു വരുന്നത്? അത് നിയന്ത്രിക്കാൻ കഴിയോ? അതല്ലാന്നുണ്ടെങ്കിൽ ഉപയോഗിക്കുന്നവരെ നിയന്ത്രിക്കാനാണോ? എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്, കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്നതെന്ന് ചോദിച്ച കാര്യം എന്താണ് അതിനെ പറ്റി പറയാനുള്ളത്? ആ ഒരു ലഹരി അത് ഒഴിവാക്കാൻ പറ്റുമോ? നിയന്ത്രിക്കാൻ പറ്റുമോ? അത് വിമുക്തമാകാൻ പറ്റുമോ? ആരാണ് ശ്രദ്ധിക്കേണ്ടത്? എന്താണ് പറയാനുള്ളത്? ലഹരി പദാർത്ഥങ്ങൾ എന്ന് പറഞ്ഞാൽ പല ഐറ്റംസും ഉണ്ട്. അതായത് മദ്യമുണ്ട്, മയക്കുമരുന്നുണ്ട്, അതുപോലെ തന്നെ പുകവലിയുണ്ട്, പാൻ മസാല ഉണ്ട്. 4 ഐറ്റംസ് എൻ്റെ ഇപ്പോൾ ഉള്ളൊരു ഓർമ്മയിലുള്ളത്. അപ്പോൾ ഈ ഐറ്റംസിൽ പലതും പല സെക്ഷനായിട്ടാണ് വരുന്നത്. ശ്രദ്ധിക്കണം, പലതും പല സെക്ഷനായിട്ടാണ് വരുന്നത്. അതായത് ഈ മയക്കുമരുന്നിൽ വരുന്ന ഡോസല്ല മദ്യത്തിൽ വരുന്ന ഡോസല്ല പുകവലിയിൽ വരുന്ന ഡോസല്ല ഇത് പാൻ മസാലയിൽ വരുന്നത്. പലതും പല സെക്ഷനായിട്ടാണ് വരുന്നത്. അതിൻ്റെ വ്യത്യാസങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു മയക്കുമരുന്ന് യൂസ് ചെയ്യുന്ന ഒരാൾക്ക്, അതായത് MDMA, LSD സ്റ്റാമ്പ്, അങ്ങനെ പല സാധനങ്ങളുണ്ടല്ലോ. അങ്ങനത്തെ പല സാധനങ്ങളും യൂസ് ചെയ്യുന്ന ഒരാൾക്ക്, മയക്കുമരുന്ന് യൂസ് ചെയ്യുന്ന ഒരാൾക്ക് ഈ പാൻ മസാലയും മദ്യവും ഒന്നും അല്ലാത്ത ഒരവസ്ഥയായിരിക്കും. ഈ മദ്യം കഴിക്കുന്ന ഒരാൾക്ക് ഈ മയക്കുമരുന്ന്, അതായത് ഈ MDMAയും ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ പറയുക, ആ മദ്യത്തിനെക്കാട്ടും എഫക്റ്റ് കൂടുതലും തിരിച്ചറിയാനുള്ള മാർഗ്ഗങ്ങളില്ലാത്ത ഒരവസ്ഥയാണ് ഈ MDMAക്കുള്ളത്. അപ്പോൾ അത് രണ്ടും നല്ല വ്യത്യാസമുള്ള ഒരു സംഭവമാണ്, ഈ മയക്കുമരുന്നും ലഹരി പദാർത്ഥം മദ്യവുമായിട്ട്. അതേമാതിരി തന്നെ പുകവലി എന്ന് പറഞ്ഞാൽ അതിലും വലിയ എഫക്റ്റ് കൂടുതലും, പക്ഷേ അത് മദ്യത്തിൻ്റെ അത്രയും പവറില്ലാത്തതും ഒരാളെ അധികം വെറുക്കാത്തതായ ഒരു സാധനമാണ് പുകവലി. പാൻ മസാല എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് കേടാണെങ്കിലും, നമുക്ക് വായക്കും കാര്യങ്ങൾക്കൊക്കെ കേടാണെങ്കിലും, നമ്മൾ അത് കഴിക്കുന്നവനെ കാണുമ്പോഴും അല്ലെങ്കിൽ അത് തിരിക്കുന്നവനെ കാണുമ്പോഴും അയൻസൊക്കെ വെക്കുന്നവനെ കാണുമ്പോഴും പൊതുവേ നമുക്ക് ഒരു വെക്കാത്തൊരാൾക്ക് എന്തായാലും പൊതുവേ ആ ആളടുത്ത് നിന്നും ഒന്ന് വിട്ടു നിൽക്കാനും മാറി നിൽക്കാനുള്ള ഒരു ടെൻഡൻസി എന്തായാലും ആ ഒരു ഇതിലുണ്ടാവും. ആ ഒരാളടുത്തു നിന്നും മാറി നിൽക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവും. ഈ മയക്കുമരുന്ന് യൂസ് ചെയ്യുന്നത് മെയിനായിട്ടുള്ള കാരണം എന്ന് വെച്ചാൽ ഫസ്റ്റ് ഡോസ് ചെറിയ രീതിയിലുള്ള ഡോസായിരിക്കും. അത് ഫസ്റ്റ് ചെയ്യുമ്പോൾ അവർ എന്താ പറയുക, ചെറിയൊരു ഹാപ്പിനെസ് കിട്ടുന്ന പോലെ തോന്നും. അവർക്ക് മറ്റുള്ള ഈ ലോകത്തു നിന്നുള്ള ഈ മനുഷ്യന് ഏറ്റവും കൂടുതൽ 95% ആൾക്കാർക്ക് ഇപ്പം ടെൻഷനാണ്. ടെൻഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടാത്ത കാര്യത്തിനും നമുക്ക് അറിയാത്ത കാര്യത്തിനും നമുക്ക് കിട്ടിയ കാര്യത്തിൽ നിന്നും അതിൽ നിന്നും മേലോട്ട് പോകുന്നില്ലല്ലോ എന്നുള്ള കാര്യം ആലോചിച്ചുള്ള ടെൻഷനുകളാണ് ഇന്ന് ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർക്കും ഉള്ള പ്രശ്നം. അപ്പോൾ ഈ ആൾക്കാരെ ഇതിൽ എന്താ പറയുക, ഈ ടെൻഷൻ കുറയാനും, പിന്നെ ചിലർ ഈ എൻ്റർടൈൻമെൻറ്റ് എൻജോയ്മെൻ്റ് ഒക്കെ ആയിട്ട് ഒക്കെ ആണ് ഈ മയക്കുമരുന്ന് യൂസ് ചെയ്ത് തുടങ്ങുന്നത്. ഈ മയക്കുമരുന്ന് യൂസ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ദിവസം എടുക്കുന്ന ഡോസ് ആയിരിക്കില്ല രണ്ടാമത്തെ ദിവസം അവർക്ക് എടുത്താൽ കിട്ടുന്ന എഫക്റ്റിന് അവർക്ക് ആ ഹാപ്പിനെസ് കിട്ടില്ല. അതായത് രണ്ടാമത്തെ പ്രാവശ്യം അതേ ഡോസിൽ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ആ ഹാപ്പിനെസ് കിട്ടില്ല. അപ്പോൾ ഒന്നുകൂടി പവർ കൂടും, പിന്നെ ഒന്നുകൂടി കൂടും. പിന്നെ ഇതിങ്ങനെ പവർ കൂടി വരുമ്പോൾ ഒരു 100 ദിവസമൊക്കെ യൂസ് ചെയ്യുമ്പോഴേക്ക്, ഏകദേശം 3-4 മാസമൊക്കെ ആകുമ്പോഴേക്ക് ആ ആൾ എന്തായി, പക്ക അഡിക്റ്റായിപ്പോയി. അതായത് ഈ ആൾക്ക് ഇനി അത്രയും കൂടുതൽ ഡോസില്ലാതെ ആൾക്ക് ജീവിക്കാൻ പറ്റില്ല എന്നുള്ളൊരവസ്ഥയിലേക്ക് ആളെത്തിപ്പോയി. അതായത് സ്റ്റാർട്ടിങ് ചെറിയ ഡോസ് കിട്ടി, പിന്നെ ഒരു ഇത്തിരി കൂടി, പിന്നെയും കൂടി, അങ്ങനെ പോയി. അങ്ങനെ പോയിട്ട് ആളെന്തായി, ആൾക്ക് പിന്നെ ഇതില്ലാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് എന്തോന്ന് നഷ്ടപ്പെട്ടു എന്നുള്ളൊരു തോന്നലുണ്ട്. ഈ സാധനം കിട്ടിയില്ലെങ്കിൽ എന്തോ നമുക്ക് കിട്ടിയില്ല, എനിക്കെന്തോന്നും കിട്ടിയില്ല, എനിക്ക് കിട്ടിയാലേ എൻ്റെ ശരീരം നിൽക്കുള്ളൂ എന്നുള്ളൊരു തോട്ട്സ് അത് വന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിക്കുന്ന ഏക സാധനമാണ് ഈ മയക്കുമരുന്ന് എന്ന് പറഞ്ഞാൽ. പിന്നെ ഈ മദ്യവും പുകവലി അത് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ 100% ഞാൻ പറയാം, ആത്മവിശ്വാസവും സ്വധൈര്യവും ഇല്ലാത്ത
ആൾക്കാരാണ് ഈ പുകവലി, മദ്യപാനം, പാൻ മസാല ഇത് മൂന്നും കണ്ടിന്യൂ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ടോ? 100% ഞാൻ പറയുന്നു. ആത്മവിശ്വാസവും സ്വധൈര്യവും ഇല്ലാത്ത മനുഷ്യന്മാരാണ് ഈ സാധനം 100% ആയിട്ടും യൂസ് ചെയ്യുന്നത്. പുകവലി എന്താ വെച്ചാൽ, പുകവലിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തോ നഷ്ടപ്പെട്ട ഒരു സാധനം നമുക്ക് തിരിച്ചു കിട്ടുന്നത് പോലെയാണ്. അത് നമുക്ക് ടെൻഷൻ കുറയും വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ പുക വലിക്കുന്നത്. നമ്മൾ ഈ ശരീരത്തിന് കോടികൾ വില മതിക്കുന്ന നമ്മളെ ശരീരത്തിനെ നമ്മൾ കൊല്ലുകയാണ്. നമ്മളറിയാതെ തന്നെ നമ്മൾ അസുഖത്തെ വിളിച്ചു വരുത്തുന്ന ഒരു പരിപാടിയാണ് ഈ പുകവലി എന്ന് പറഞ്ഞാൽ. ആത്മവിശ്വാസം എന്ന് പറഞ്ഞാൽ തുള്ളിക്കില്ലാത്ത ആൾക്കാരാണ് സ്ഥിരമായിട്ട് പുക വലിക്കുന്നത്. സ്ഥിരം ഡെയിലി ഒരു 10 പീസ് വലിക്കുന്ന ഒരാളാണെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ പറയാം, ആൾ പക്ക ആത്മവിശ്വാസം ഇല്ലാത്ത ഒരാളാണ്. സ്വന്തം കാര്യത്തെ സ്വധൈര്യം ഇല്ലാത്ത ഒരാളാണ്. ആ സ്വധൈര്യം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പുക വലിക്കുന്നതും മദ്യം ഉപയോഗിക്കുന്നതും അതുപോലെ തന്നെ പാൻ മസാല യൂസ് ചെയ്യുന്നു. എന്താ വെച്ചാൽ ഈ ആൻസ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തോ ചെയ്യാൻ കഴിയും. നമുക്കൊരു വർക്ക് ചെയ്യുന്നതിനുള്ളിൽ കൂടി ഈ ആൻസ് വെച്ചാലേ ഉള്ളൂ എനിക്ക് ആ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു ചിന്താഗതി. അതേമാതിരി തന്നെ ഈ പുക വലിച്ചാൽ മാത്രമേ ഉള്ളൂ എനിക്ക് ആ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരു ചിന്താഗതി. അത് പിന്നെ ഈ മദ്യം അടിച്ചാലേ ഉള്ളൂ എനിക്ക് സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങാൻ പറ്റുള്ളൂ, അല്ലാതെ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല എന്നുള്ള ചിന്താഗതിയാണ് ഈ ഏറ്റവും വലിയ അപാകത. ഇതാണ് ഈ ലഹരിനെ പറ്റി എനിക്ക് പറയാനുള്ളത്.